ക്ഷീണം ഞെരുക്കം വന്നിടുവിൻ വചനത്താൽ എന്നെ സൗഖ്യമാക്കണം. വചനം തിരുവചനം അത് തേനിനേക്കാൾ അതിമധുരം. വചനം തിരുവചനം അത് തേനിനേക്കാൾ അതിമധുരം. നിൻ വചനത്താൽ ഞാൻ ജീവിച്ചിടാൻ നിൻ ദയയാൽ എന്നെ താങ്ങണമേ. നിൻ വചനത്താൽ ഞാൻ ജീവിച്ചിടാൻ നിൻ ദയയാൽ എന്നെ താങ്ങണമേ. പാടും സ്തുതിഗീതം ധ്യാനിക്കും യാമത്തിൽ വചനം സത്യം നീതി വിശുദ്ധവുമേ. ഞാൻ പാടും സ്തുതിഗീതം ധ്യാനിക്കും യാമത്തിൽ വചനം സത്യം നീതി വിശുദ്ധവുമേ. കാലിലു ദീപവും പാതയിൽ പ്രകാശവും വചനത്താൽ എന്നെ നടത്തുന്നതാ. കാലിലു ദീപവും പാതയിൽ പ്രകാശവും വചനത്താൽ എന്നെ നടത്തുന്നതാ. ന്യായപ്രമാണങ്ങൾ അത്ഭുതമാ അത് കാണാൻ കൺകളെ തുറക്കേണമേ. കൽപ്പനകൾ അനുദിനം പാലിച്ചിടാൻ എൻ ഹൃദയത്തെ അനുദിനം ഒരുക്കേണമേ. ന്യായപ്രമാണങ്ങൾ അത്ഭുതമാ അത് കാണാൻ കൺകളെ തുറക്കേണമേ. കൽപ്പനകൾ അനുദിനം പാലിച്ചിടാൻ എൻ ഹൃദയത്തെ അനുദിനം ഒരുക്കേണമേ. വചനം തിരുവചനം അത് തേനിനേക്കാൾ അതിമധുരം. വചനം തിരുവചനം അത് തേനിനേക്കാൾ അതിമധുരം. നിൻ വചനത്താൽ ഞാൻ ജീവിച്ചിടാൻ നിൻ ദയയാൽ എന്നെ താങ്ങണമേ. നിൻ വചനത്താൽ ഞാൻ ജീവിച്ചിടാൻ നിൻ ദയയാൽ എന്നെ താങ്ങണമേ. നിൻ ദയയാൽ എന്നെ താങ്ങണമേ. നിൻ ദയയാൽ എന്നെ താങ്ങണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ ധാരാളമായ കൃപ കൊണ്ട് പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രക്ഷേപണം ചെയ്യുവാൻ സഹായിക്കുന്ന വേർഡ് ടു വേർഡ് ചാനലിനോടും വിശേഷ ബ്രദർ ഡോക്ടർ മാത്യൂസ് ഫറീസ് അവരോടും കുടുംബത്തോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവരോടുമുള്ള നിസ്സീമമായിട്ടുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കട്ടെ. ഈ ഒരു ശുശ്രൂഷ ലോകമെമ്പാടും അനേകർക്ക് അനുഗ്രഹകരമായി മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഈ ചാനലിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുന്നുവെന്നറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഫ്യൂട്ടിലിറ്റി ഓഫ് ഹ്യൂമൻ വിസ്ഡം. ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ അജ്ഞത. ബുദ്ധിക്ക് അജ്ഞതയുണ്ടോ? ഉണ്ട്. സഭാപ്രസംഗി 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സഭാപ്രസംഗിയായ ഞാൻ യെരുശലേമിൽ ഇസ്രായേലിന് രാജാവായിരുന്നു. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സ് വച്ചു. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ. വളവുള്ളത് നേരെയാക്കുവാൻ വഹിയ, കുറവുള്ളത് എണ്ണിത്തികപ്പാനും വഹിയ. ഞാൻ മനസ്സിൽ ആലോചിച്ച് പറഞ്ഞത്, യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം സമ്പാദിച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിയുവാനും ഞാൻ മനസ്സ് വെച്ചു. ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു. ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയിലുള്ള
അജ്ഞതയെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 14-ാം വാക്യത്തിൽ സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ. എ ചേസിങ് ആഫ്റ്റർ ദ വിൻഡ്, ഫ്യൂട്ടൈൽ ആക്ടിവിറ്റി. ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ 15-ാം വാക്യത്തിൽ ലൈഫ് ഈസ് ഫുൾ ഓഫ് പാരഡോക്സസ് ദാറ്റ് കനോട്ട് ബി സോൾഡ്. മനുഷ്യജീവിതം മുഴുവൻ പ്രശ്നസങ്കീർണമായി പരിഹരിക്കാൻ വയ്യാത്തതും എണ്ണി തീർക്കാൻ വയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. 16-ാം വാക്യത്തിൽ ഓവർ ജെറുസലേം ബിഫോർ മീ. യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ശലോമോനാണ് പറയുന്നത്, യെരുശലേമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാർ. യഹൂദനാണല്ലോ, അവനറിയാമല്ലോ, അവൻ്റെ ഇന്ന് കാണുന്ന കാര്യങ്ങളിലും ആധുനിക ലോകത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ്റെ ബുദ്ധി കൊണ്ടാണ് ലോകം മുഴുവൻ ഓടുന്നത്. മുഴുവൻ അവൻ്റെ ബുദ്ധി കൊണ്ടാണ് ഓടുന്നത്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിനകത്തും അവൻ്റെ ബുദ്ധിയുണ്ട്. ഇത് ടെലികാസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഭവനത്തിലെത്തുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ അതിലുള്ളത് ശലോമോൻ്റെ യെരുശലേമിലെ ആ ബുദ്ധിയിൽ നിന്നുള്ള ദൈവദിനം അവിടെ നിന്നുള്ളതല്ലേ, ഈ ദൈവദിനവും അവിടെ നിന്നുള്ളതല്ലേ. അപ്പോൾ ഇത് ആരുടെ എഴുതി വെച്ച കെട്ടുകഥയൊന്നുമല്ല, ആർക്കും ഇതിനെ നശിപ്പിക്കാനും സാധിക്കുകയില്ല. ഇതാരോ അഭിപ്രായങ്ങൾ എഴുതി വെച്ചതല്ല. അതുകൊണ്ട് ലൈഫ് ഈസ് ഫുൾ ഓഫ് പാരഡോക്സസ് ദാറ്റ് കനോട്ട് ബി സോൾഡ്. ചിലർ പറയും, എൻ്റെ ആ വിഷയം ഒന്ന് തീർന്നിരുന്നെങ്കിൽ ഞാനൊന്ന് സ്വസ്ഥമായേനെ. എങ്ങനെ സ്വസ്ഥമാകുന്നത്? കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയച്ചാൽ സ്വസ്ഥമായേനെ. അല്ലെങ്കിൽ എൻ്റെ ജോലി ഒന്ന് തീർന്നിരുന്നെങ്കിൽ, ഒരു റിട്ടയർമെൻറ്റ് വന്നാൽ സ്വസ്ഥമായേനെ. ലോകത്തിൽ സ്വസ്ഥത ഒരു മനുഷ്യനുമില്ല. സ്വസ്ഥത എന്നുള്ളത് ഒരു മനുഷ്യന് ദൈവം കൊടുത്തിട്ടില്ല. അത് ലോകത്തിലുള്ളതായി, ലോകത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ശലോമോൻ ഇത് പറഞ്ഞത്. ഓവർ ജെറുസലേം ബിഫോർ മീ സച്ച് ആസ് മൽക്കിസദേക്ക്, ആഡോൺ സദേക്ക്. മൽക്കിസദേക്ക് എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതൻ. അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ മൽക്കിസദേക്കിനേക്കാൾ ദൈവം എന്നെ ബുദ്ധി കൊണ്ട് ഞാൻ ബുദ്ധിമാനായിരുന്നു. ഇവിടെ ആഡൻ സദേക്ക് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-18 മൽക്കിസദേക്കിനെ പറ്റി പറയുന്നത്. 1 രാജാക്കന്മാർ 4-31 പറയുന്നു. അപ്പോൾ ഇതെല്ലാം ലോകത്തിലുള്ള ആഡൻ സദേക്കും മൽക്കിസദേക്കും ഇവരുമെല്ലാം വലിയ ബുദ്ധിമാന്മാരും ബുദ്ധിരാക്ഷസന്മാരുമായിരുന്നു. ആ ബുദ്ധി കൊണ്ടൊന്നും നേടിയില്ലെന്ന് അതാ പറഞ്ഞതിൻ്റെ സാരം. ഒന്ന് പഠിച്ചു, അടുത്ത പഠിച്ചു, ആ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല, ഇപ്പുറത്ത് പഠിച്ചു, അപ്പുറത്ത് പഠിച്ചു, ഇതെല്ലാം പഠിച്ചു. നോ, ഓരോന്നിലും നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റേതായ ഗുണം നമുക്കുണ്ട്. അതിന് പ്രയോജനം കിട്ടിയില്ലെന്ന് പറയരുത്. അതിന് ഞാൻ പണം നഷ്ടപ്പെടുത്തിയെന്ന് പറയരുത്. അത് പലതും നമ്മളെ പഠിപ്പിക്കും, പലതും പഠിപ്പിക്കും. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതിനെ ശരിയാവണ്ണം ചെയ്യുമ്പോൾ. അവിടെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, നിങ്ങൾ ചെയ്തതിന് പരാജയം സംഭവിച്ചേക്കാം, പ്രയാസം സംഭവിച്ചേക്കാം. എന്നാൽ അവിടെ പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകരുത്. അത്രയേ ഉള്ളൂ. പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളതിൽ പൂർണ്ണമായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല. 17-18 വാക്യങ്ങളിൽ സോളമൻ ഫൗണ്ട് ദാറ്റ് ഈവൻ ഗ്രേറ്റ് വിസ്ഡം വാസ് ഇൻഎഫക്റ്റീവ് ഇൻ സീസിങ് ലൈഫ്
frustrations. It simply enabled him more clearly to discern the futility. നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നിൻ്റെ ബുദ്ധി ചിലവാകുകയല്ല, അതാ പറഞ്ഞത്. നീ എത്രമാത്രം ഹൈലി ക്വാളിഫൈഡ് ആണെങ്കിലും, എത്ര മിടുമിടുക്കനാണെങ്കിലും, നിനക്കൊരു പ്രശ്നം വന്ന പ്രശ്നസങ്കീർണമായിരിക്കുമ്പോൾ നിൻ്റെ ഒരു ബുദ്ധിയും എങ്ങും ചിലവാകുകയില്ല. അതുകൊണ്ട് സഹോദര സഹോദരി, നീ നിൻ്റെ ബുദ്ധിയിലും നിൻ്റെ കഴിവിലും നിൻ്റെ ചിന്തയിലും നീ ആശ്രയിക്കരുത്. നീ പരാജയമാകും, അമ്പേ പരാജയമാകും. നിൻ്റെ ആശ്രയം ദൈവത്തിലായിരിക്കണം. നീ പഠിച്ച് ബുദ്ധി കൊണ്ട് നിനക്ക് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചാൽ നിൻ്റെ ബുദ്ധി കൊണ്ട് നീ ഒന്നും നേടുകയില്ല. നിന്നെയും എന്നെയും ബലപ്പെടുത്തി നയിക്കുന്ന ദൈവമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിയുവാനും ഞാൻ മനസ്സ് വെച്ചു, ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു. ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. Solomon found that even great wisdom was ineffective in easing life's frustrations. It simply enabled him more clearly to discern the futility. അറിവുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്തെല്ലാം ആളുകളാണ് ദോഷത്തിന് വേണ്ടി അറിവ് മാറ്റിയെടുക്കുന്നവരില്ലേ? ദോഷത്തിന് വേണ്ടി ധാരാളം ആളുകൾ ദോഷം ചെയ്യാൻ, നിങ്ങൾക്ക് അറിവുണ്ട്, ആ അറിവ് കൊണ്ട് ദോഷം പ്രവർത്തിക്കുക, ദോഷം ചെയ്യുക. അതുകൊണ്ട് ദോഷം പ്രവർത്തിച്ച് ദോഷം ചെയ്യുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ നമ്മൾക്ക് നന്മ ചെയ്യാൻ സാധിക്കണം, നന്മ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾക്ക് വേണ്ട അറിവ് ഭ്രാന്തായി മാറരുത്, ഒന്നും ഒരു ക്രേസിയായി മാറരുത്. അതുകൊണ്ട് അതാ പറഞ്ഞു, ഒരു ക്രേസി, ഒരു ഭ്രാന്തായി മാറരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കണം, അതിനങ്ങ് ഭ്രാന്ത് പിടിച്ചളകരുത്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത് ഞാൻ അറിവ് വർദ്ധിപ്പിക്കുമ്പോൾ അതെല്ലാം വരും. എന്നാൽ മനുഷ്യനെ സ്റ്റഡിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നത് ദൈവമുള്ളവന് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തും വെട്ടിപ്പിടിക്കാമെന്നും എന്തും നേടാമെന്നും ചിന്തിച്ചാൽ സാധ്യമല്ല, അസാധ്യവും ആയിട്ടുള്ളൊരു കാര്യവുമല്ല. അതിൻ്റെ 2-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് പ്ലഷർ ആൻഡ് വെൽത്ത്, 2-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ, 1-2-3 വാക്യങ്ങളിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക, എന്നാൽ അതും മായ തന്നെ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ബലമെന്നും പറഞ്ഞു. സോളമൻസ് പെർസ്യൂട്ട് ഓഫ് ഫുൾഫിൽമെൻറ്റ് ത്രൂ ഇൻ്റലിജൻസ്, ഫ്യൂട്ടിലിറ്റി ഓഫ് പ്ലഷർ ആൻഡ് വെൽത്ത്. മനുഷ്യനെ സന്തോഷിക്കാനാണ് മനുഷ്യനെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. നമുക്ക് സന്തോഷമുള്ള കാര്യം കിട്ടാൻ എന്താണ് സന്തോഷമുള്ള കാര്യം? നമ്മൾക്ക് സന്തോഷമുള്ള കാര്യം ചിലപ്പോൾ നമ്മുടെ ഒരു ശത്രുവിൻ്റെ ദോഷം വരുന്നത് കേട്ടാൽ സന്തോഷമുണ്ടോ? അല്ലെങ്കിൽ വേറെ ഒരാൾക്കെങ്കിലും പ്രയാസം വരുന്നത് കേട്ടാൽ സന്തോഷമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടാലുള്ള സന്തോഷമുണ്ടോ? അപ്പോൾ അതെല്ലാം ഒരു നൈമിഷിക നേരത്തേക്കേ ഉള്ളൂ. അതാ പറഞ്ഞതിൻ്റെ സാരം. ലോകത്തിലുള്ള സന്തോഷവും സങ്കടവും എല്ലാം നൈമിഷിക നേരത്തേക്കുള്ളതാണ്. എന്നാൽ ദൈവികമായിട്ടുള്ളത് നിലനിൽക്കുന്നതാണ്. ഏറ്റവും ഒരു ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് അതാണ് ശലോമൻ. ശലോമൻ്റെ ഭാഷയല്ലാതെ പറയുന്നത്. ഇതെല്ലാം കണ്ട മനുഷ്യരാണ് പറയുന്നത് ഇതിനകത്തൊന്നുമില്ലെന്ന്. ഇതെല്ലാം കണ്ട മനുഷ്യൻ ഇതിനെ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ചിലർക്ക് പല കാര്യങ്ങളിൽ സന്തോഷമുണ്ട്,
ബാങ്ക് ഡെപ്പോസിറ്റ് ഇങ്ങനെ കൂടുന്നത് സന്തോഷം അയാൾക്ക്. വസ്തു വാങ്ങിച്ചു കൂട്ടുന്നത് വലിയ സന്തോഷമാണ്. ഒത്തിരി കെട്ടിടങ്ങൾ വലുത് പണിയുന്നത് സന്തോഷം. ഒത്തിരി വാഹനങ്ങൾ വാങ്ങിച്ച സന്തോഷം. അത് മുറ്റത്ത് മുഴുവൻ കിടക്കുന്ന അതിനേക്കാളും സന്തോഷം. ഒത്തിരി വസ്ത്രങ്ങൾ സന്തോഷമാണ് മനുഷ്യന്. ഒത്തിരി ചെരുപ്പുകൾ സന്തോഷമാണ്. എന്നാൽ ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ പ്രമാണത്തിൽ രണ്ടുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ നിൻ്റെ സന്തോഷം അതായി മാറാൻ സാധിക്കണം. നിൻ്റെ സന്തോഷം അതായിരിക്കണം. CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവയ്ക്ക് മിസ്പ ഭവനദാന പദ്ധതി അതിൻ്റെ 200-ാം വാർഷികത്തിൽ ആരംഭിച്ചത് ഭവനത്തിൻ്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കുക. എൻ്റെ ഒരു സ്വപ്നമാണ് ഒരു 2000 ഭവനങ്ങൾ, ഒരു 2000 ഭവനങ്ങൾ ഉണ്ടാകണം. എത്രയോ ആളുകൾക്കാണ് ഭവനമില്ലാത്തത്. എത്രയോ ആളുകൾക്ക് ഭവനങ്ങളില്ലാത്ത ആളുകളുണ്ട്. അതിലൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുമോ? ഒരു വീടില്ലാത്തവരുത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ, ആ വീട് കാണുമ്പോൾ, ആ വീട്ടിൽ കയറുമ്പോൾ, അവനതിൽ പാർക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ സന്തോഷം അപ്രകാരമുള്ള കാതലായ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ സാധിക്കണം. ലോകപരമായ കാര്യങ്ങളിൽ സന്തോഷിച്ച് ജീവിതം സന്തോഷമാക്കാൻ ശ്രമിക്കരുത്. അത് വലിയ ദുഃഖത്തിൽ ചെന്ന് പര്യവസാനിക്കുകയുള്ളൂ. ഒരു സന്തോഷത്തിലും ചെന്നെത്തുകയില്ലത്. ഒരു സന്തോഷത്തിലും ചെന്നെത്തുകയില്ല. നമ്മുടെ സന്തോഷവും സങ്കടവും ദൈവത്തിൻ്റെ പക്കലാണ്. ദൈവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതും ദൈവികമായ കൂട്ടായ്മയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദൈവികമായ നിലനിൽപ്പിൽ, ദൈവികമായ കൂട്ടായ്മയിൽ ദൈവികമായ ശക്തി പ്രാപിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഈ വചനത്താൽ സാധിക്കണം. അതുകൊണ്ട് ഈ വചനം ആ ദൈവിക സന്തോഷം കൊണ്ട് നിറയാൻ സാധിക്കണം. അല്ലാത്തൊന്നും സന്തോഷത്തിൻ്റെ അവസ്ഥ വരികയില്ല. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എനിക്ക് അരമനകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളും നട്ടു, വൃക്ഷം വെച്ച് പിടിച്ചിരിക്കുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിച്ചു. അത് വേറെ സന്തോഷം. അച്ചീവ്മെൻറ്റ്സ്, അതാണ് വലിയ മറ്റൊരു സന്തോഷം. നമ്മൾ പല കാര്യങ്ങൾ ചെയ്ത എല്ലാം വലിയ ഗാർഡൻ ഉണ്ടാക്കുക, ഭവനങ്ങളുടെ ഗാർഡൻ ഉണ്ടാക്കുക, തോട്ടങ്ങൾ ഉണ്ടാക്കുക. ഈ ഭവനവും ഗാർഡനും ഒക്കെ നല്ലത് തന്നെ, എനിക്ക് അതിനായിട്ട് എതിരൊന്നുമില്ല, കാണാൻ ഭംഗിയുള്ളതാണ്. എന്നാൽ ഒരു 10 മൂട് കപ്പയിട്ടാൽ, ഒരു 10 ചേന വെച്ചാൽ അത് മനുഷ്യന് കഴിക്കാൻ ആഹാരത്തിന് അനുഗ്രഹമായി തീരും. കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ വാഴക്കൊലയാണെന്നും ആ വീട്ടിലെ കപ്പയാണെന്നും പറഞ്ഞ് തന്നു. എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്. ആ കപ്പയ്ക്കും ആ വാഴക്കൊലയ്ക്കും അതിൻ്റെ ഒരു രുചി പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിന് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമുള്ള ആളല്ല. അദ്ദേഹം അത് ചെയ്യുന്നത് അതിനാണ്, ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാൻ. ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷമായിരിക്കണം നമ്മുടെ സന്തോഷം. ഭൗമികമായ സന്തോഷം നീ തന്നെ സന്തോഷിക്കാമെന്ന് വിചാരിച്ച് നീ എന്തെങ്കിലും കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു ദുഃഖവും വിനയുമായി തീരും. നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു വിനയായി തീരുകയുള്ളൂ. എന്നാൽ അതിനകത്തൊരു ദൈവിക ഉദ്ദേശം ഉണ്ടായിരിക്കണം. നിനക്കതിന് പിന്നിലൊരു ദൈവിക ഉദ്ദേശം ഉണ്ടായിരിക്കണം. ആ ദൈവിക ഉദ്ദേശമുണ്ടെങ്കിൽ, ആ ആളിനൊരു നന്മ എന്നുള്ള ചിന്തയിലുണ്ടെങ്കിൽ അതിലൊരു പ്രയാസം വരികയില്ല. മറ്റൊരുവന് നന്മ ചെയ്യുന്നതിലുള്ള ആ സന്തോഷം കണ്ടെത്താൻ സാധിക്കും.
അതാണ് ഈ വചനത്തിലൂടെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അതായിരിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ നേടുവാനുള്ളതല്ല, നമുക്കായിട്ടുള്ളതല്ല. അങ്ങനെ ഒരു ലോകത്തെ സംജാതമാക്കുവാൻ സാധിക്കണം. ഈ തീക്കനൽ എന്ന ഈ പ്രോഗ്രാം 2013 ഇത് ആരംഭിക്കുമ്പോൾ ഒരു ചെറിയ ശുശ്രൂഷയായിട്ട് ഇത് ആരംഭിച്ച് എൻ്റെ സ്വപ്നം ഇതൊരു ഡിവൈൻ എംബർ. തീക്കനൽ എന്ന വാക്ക് വേദപുസ്തകത്തിൽ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ആളുകൾ അണയുവാനൊരുങ്ങുന്ന ചാരത്തെ കത്തിക്കാൻ, അത് പുകയുന്ന തിരിയെ കെടുത്താതെ അത് കത്തിക്കുവാൻ, അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു ഡിവൈൻ എംബറായി തീരുവാൻ സാധിക്കുന്നത് അതെനിക്ക് വേണ്ടി മാത്രമല്ല, ഞാനോ എൻ്റെ കുടുംബമോ മാത്രമേ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ലോകത്തിനൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അത് ലോകത്തിന് മാതൃകയായി തീരുമെന്നുള്ളതിന് 2 വർഷമില്ല. ദൈവം അതിന് വഴികൾ നടത്തുകയും ചെയ്യും. ലോകത്തിൻ്റെ 7 വൻകരകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതിൽ പ്രവർത്തിക്കണം. ശാന്തമായിട്ടും അനങ്ങാതെ ഇരിക്കുവാനല്ല. അതിലൊന്നാണ് ദൈവത്തിൻ്റെ പ്രഘോഷണം. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം ഈ വേർഡ് ടു വേർഡ് ചാനൽ അതിനു വേണ്ടി തുറന്നു തരികയാണ്. ബഹുമാനമുള്ള ആദരണീയനായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അവറുകൾ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ കരുതലും സ്നേഹവുമാണ് ഈ ദൈവവചനം പ്രഘോഷിപ്പിക്കുവാൻ എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇതാണ് എൻ്റെ സന്തോഷം, ഇതാണ് എൻ്റെ ബലം, ഇതെൻ്റെ ആരോഗ്യമാണ്. ജീവിതത്തിൻ്റെ ആരോഗ്യവും ബലവും കാണുന്ന ലോകത്തിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ വെട്ടിപ്പിടിച്ചെന്തെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഈ വചനം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഓർത്തോണം. എന്നാൽ ദൈവികമായ കൂട്ടായ്മയിൽ, ദൈവികമായ ബലത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ, ദൈവിക ബലത്തിൽ നിങ്ങൾക്ക് വളരുവാൻ സാധിക്കും. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ നിൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിച്ചുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കട്ടെ. ക്ഷീണിച്ചിരുന്ന, തളർന്നിരുന്ന അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനം ശക്തിയും ബലവും പകർന്നതുകൊണ്ട് സ്തോത്രം. നിൻ്റെ മക്കളുടെ രോഗങ്ങളെ, നിൻ്റെ മക്കളുടെ ഭാരങ്ങളെ, നിൻ്റെ മക്കളുടെ പ്രയാസമുള്ള വിഷയങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താൽ നിൻ്റെ മക്കൾ ധൈര്യം പ്രാപിച്ചു മുൻപോട്ട് പോകട്ടെ, അനുഗ്രഹം പ്രാപിച്ചു മുൻപോട്ട് പോകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.